ഇതേതാണോ നമ്പർ? ഹലോ ഹലോ. ഗുഡ് മോർണിംഗ് മാഡം, ഞാൻ സിഒസിമിന്നാണ് വിളിക്കുന്നത്. കുറച്ചേരം സംസാരിക്കുന്ന കുഴപ്പമുണ്ടോ? അതിനെന്താണ് കുഴപ്പം? ഓക്കെ മാഡം, ഞാൻ അതെ 10 പൈസ ഞാൻ അങ്ങോട്ട് തരൂല. ഓക്കെ ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സംസാരിച്ചു. ഓക്കെ മാഡം, മാഡത്തിന്റെ ഓഫർ പറയാം. 100 രൂപയ്ക്ക് നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 28 ദിവസത്തേക്ക് അൺലിമിറ്റഡ് നെറ്റ്, 100 SMS, STD, ISD. അത് കൊള്ളാലോടി വെച്ചേ. ഓക്കെ ഫോണിൽ കാശ് ഇടുന്നതിന്റെ ഒപ്പം നെറ്റും കിട്ടുമോ? അതെന്തായാലും നന്നായി. ഇവിടെ കിണറിൽ നെറ്റില്ലാണ്ടിരുന്നിട്ട് ഞാൻ കുറേ ദിവസമായി മോനോട് നെറ്റ് മേടിച്ചുകൊണ്ട് വരാൻ പറയണം. എവിടെ അവൻ കേൾക്കാൻ. എക്സ്ക്യൂസ് മീ മാഡം, ഞാൻ എന്തായാലും മോളെന്റെ മനസ്സറിഞ്ഞ് തരാന്ന് സമ്മതിച്ചില്ല. അത് എന്തായാലും നന്നായി. അത് മാഡം 28 ദിവസത്തേക്ക് മാഡം ഉദ്ദേശിച്ചത്. ഇതെന്താണ് ഇപ്പൊ ഇങ്ങനെ? ഞാൻ 100 രൂപ കൊടുത്ത് മേടിക്കണ നെറ്റ് 28 ദിവസം കഴിയുമ്പോൾ തിരിച്ചു തന്നോന്നാ. ഇത് ഇവിടുത്തെ നിയമമാണ്. മാഡം ഞാൻ ഒരു സാധനം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ചു മേടിക്കണത് കൊള്ളാവോ? അല്ല, അത് ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഇവിടെ എൻ്റെ കിണർ മൂടി നെറ്റ് നിങ്ങൾ 28 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ്? അയ്യോ മാഡം, മാഡം ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആ നെറ്റിന്റെ ഇത് കൊള്ളൂലാട്ടാ, വളരെ മോശമാണ്. ഇതൊക്കെ ഇവിടുത്തെ നിയമമാണ്. ഇതൊന്നും പറ്റൂല. മോള് ഫോൺ വെച്ചിട്ട് വേറെ പണി നോക്കി പോകും. മാഡം ഞാൻ പറഞ്ഞത് മാഡത്തിന് മനസ്സിലാവുന്നു. വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ ഫോണൊന്ന് കൊടുക്കൂ. ഒന്ന് വെച്ചിട്ട് പോവച്ച. ഇവിടെ ഇപ്പൊ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. മാഡം പ്ലീസ് മാഡം, ഞാൻ എന്റെ മോനാണെങ്കിൽ മോൻ ഇങ്ങനെയുള്ള കച്ചവടത്തിൽ നിൽക്കൊണ്ട് ഞങ്ങൾക്ക് ലാഭമില്ലാത്ത ഒരു കച്ചവടം ഞങ്ങൾ ചെയ്യാറില്ല. മോളെ ഫോൺ വെച്ചിട്ട് പോയിക്ക്. വെച്ച് എനിക്ക് വേറെ പണിയുണ്ട്. മാഡം പ്ലീസ്. ഹലോ ഹലോ കലോ കലോ എന്നോടാണ് അവളുടെ കളി. 28 ദിവസം കഴിയുമ്പോൾ കൊടുക്കണോന്ന്. ഈ സുശീലേനെ ഒരു പണി നോക്കട്ടെ അവള്.